ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അഞ്ജു. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, അരുവിക്കര ഡാം. ഞാൻ ഇന്നിവിടെ വരാൻ കാരണം നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ബ്രദർ കുഞ്ഞൻ വന്നിട്ടുണ്ട്. അവന് അരുവിക്കര ഡാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ നെടുമങ്ങാട് നിന്നും അടുത്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ മോർണിംഗ് കൊണ്ട് വന്നതാണ് ഇവിടെ. ആ കൂട്ടത്തില് മറ്റ് ഫ്രണ്ട്സിനും ഒക്കെ ഇനി തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും വരാൻ പറ്റാതെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ഈ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലം. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ആണ് ഇവിടെ എത്തിച്ചേരാനാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിക്കൊണ്ട് വരുവാണ് ഇവിടെ. അതേപോലെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് പോകുമ്പോൾ വലിയ വലിയ ടാങ്കിലൊക്കെ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? അത് കൊണ്ടുവരുന്നതും ഈ അരുവിക്കര ഡാമിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അരുവിക്കര ഡാം എന്ന് പറയുന്നത് കുഞ്ഞു ഡാമാണ്. അരുവിക്കര ഡാമിലേക്ക് വെള്ളം എത്തുന്നത് പേപ്പാറ ഡാമിൽ നിന്നാണ്. അവിടെ ആ പേപ്പാറ ഡാമിന് താഴെയായിട്ട് KCBയുടെ ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയിൽ 3 മെഗാവാട്ട് ടർബൈൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ വാട്ടറാണ് ഇങ്ങോട്ടേക്ക് അരുവിക്കര ഡാമിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് മഴ ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നിറച്ചു വെള്ളമാണ്. ഇവിടെ ഈ ഡാമിന് 6 ഷട്ടറുകളാണ് ഉള്ളത്. ഇവിടത്തെ മീനുകൾക്ക് അരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരിമ്പാറ പോകും എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. ഞാനിതിപ്പോ ഡാമിന്റെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നതാണ്. മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി വരാനായിട്ട് പറ്റില്ല. വീക്കെൻഡിൽ വന്നു പോകാൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. പിന്നെ ഇവിടെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. എപ്പോഴും ഇവിടെ കല്യാണത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാറില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതേ കണ്ടോ ആ ബൈക്ക് ഇരിക്കുന്ന സ്ഥലം? ഇന്നും അവിടെ ഷൂട്ട് നടക്കുകയാണ്. അതുവഴിക്ക് നമുക്ക് കുറച്ച് ദൂരം അകത്തേക്ക് പോവാം കേട്ടോ. കുറേ മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു ഗുഹ, ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല ഭംഗിയാണ്. അവിടെ ഒരുപാട് ഷൂട്ട് നടക്കുന്നതാണ്. ഇന്നും അവിടെ എന്തോ കല്യാണത്തിൻ്റെയോ സീരിയലിൻ്റെയോ എന്തോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി നിങ്ങൾക്കത് കാണിച്ചു തരായിരുന്നു. ഈ അരുവിക്കര ആറിനോട് ചേർന്ന് തന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്. ഇവിടെ കല്യാണ മണ്ഡപമുണ്ട്. അതുപോലെ കർക്കിടക വാവ് ബലിക്ക് ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ്.
ഞങ്ങൾക്ക് ഇവിടെ നെടുമങ്ങാടുകാർക്ക് ഈ അരുവിക്കര ഡാം എന്ന് പറയുന്നത് വളരെ അടുത്താണ്. കരമനയാറിന് കുറുകെയായിട്ടാണ് ഈ ആറ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആർച്ച് ഡാം എന്ന് പറയുന്നത് 1934 കംപ്ലീറ്റ് ആക്കിയത്. ഇവിടെ ഒരു ശിവ പാർക്ക് ഉണ്ട് കുട്ടികൾക്ക്. ഇവിടെ ഈവനിങ്ങിൽ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ തൊഴാം, അതുപോലെ ഈ പാർക്കിൽ കുട്ടികൾക്ക് കുറേ സമയം ഈവനിങ് സ്പെൻഡ് ചെയ്യാം, പിന്നെ ഡാമും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. പാർക്ക് ഇടയ്ക്ക് നല്ലൊരു മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തി അത്യാവശ്യം നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പിക്നിക് സ്പോട്ട് ആക്കി ടൂറിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അരുവിക്കര ഡാമിൻ്റെ കാഴ്ചകൾ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അരുവിക്കര ഡാമൊക്കെ കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കാണാത്തവരുണ്ട്, അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ തിരുവനന്തപുരത്തെ അതും നെടുമങ്ങാട് എന്തോരം സ്ഥലങ്ങളല്ലേ. ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇവിടെ ഈ നെടുമങ്ങാടിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വളരെ മനോഹരമായ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. ബൈ ബൈ.